അന്ന് ആ സമയത്ത് ഹണി റോസിനെ കാട്ടി ഇനാഗ്രേഷൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ട്രോൾ വരെ ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു. അത് ഒമ്പരക്കൊക്കെ തന്നെ അറിയാം. പിന്നെ അന്നൊന്നും നിങ്ങളെ പോലുള്ള മീഡിയാസ് ഉണ്ടായിരുന്നില്ല. മീഡിയാസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇത്ര ട്രോൾ ഭയങ്കര ഹൈപ്പിൽ പോയി തുടങ്ങിയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കഥ ഉണ്ടാക്കി അച്ഛൻ്റെ അടുത്ത് വന്നു, പുള്ളി വന്നു ഫോൺ വിളിച്ചു, ഒത്തില്ല, ഫോൺ വിളിച്ചു, നേരിട്ട് വന്നു. ദുൽഖർ സൽമാനെ സൈറ്റ് അടിച്ച് എന്നുള്ള രീതിയിൽ അതൊക്കെന്ന് വെച്ചാൽ ഒറ്റ സീൻ ഉള്ളെങ്കിലും ഒരു സൈറ്റ് അടിച്ചിട്ട് ആ ഒരു സീനാണെങ്കിൽ എന്റെ അടുത്ത് കുറെ പേര് ഇപ്പോഴും യമണ്ടൻ പ്രേമകഥയിൽ ഉണ്ടായിരുന്ന ചേച്ചിയല്ലേ ചോദിക്കുന്നത്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ പ്രൊമോയിൽ എല്ലാത്തിലും ഞാൻ സൈറ്റ് അടിക്കുന്നുണ്ട്. റാം എന്ന മൂവിയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? ജിത്തു ജോസഫ് ആൻഡ് ലാലേട്ടൻ കോംബോയിലെ ചേച്ചിയും കൂടി ഒരു പാർട്ട് ആവുകയാണ്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? എന്റെ എല്ലാ സീനും കഴിഞ്ഞു നിൽക്കുകയാണ്. ഫിറ്റ്നസ് ട്രെയിനർ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു അങ്ങ് പണ്ട് ജിൻഡോ ചേട്ടനോ? ഇപ്പൊ എന്റെ പിൻഗാമിയായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് വന്ന് കപ്പടിച്ചു. അതായിരിക്കണല്ലോ ആശാമാര് കപ്പടിക്കണമൊന്നുമല്ല. അതിനെ വളച്ചൊടിച്ചിട്ട് ഇപ്പം ഒരു നടി പരാതി കൊടുത്തു. ആ നടി ആരെന്നറിയാണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റിനെയും വെച്ചിട്ട് എന്റെ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിന്റെ പേര് ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ചില സിനിമകളും അതിലെ കഥാപാത്രങ്ങളുമുണ്ട്. ഒരു സിനിമയും അതിലെ കഥാപാത്രവും അത്രമേൽ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഒരു ക്യാരക്ടറിലൂടെ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയി മാറിയ ഒരാളാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ചങ്സിലെ ജോളി മിസ്സിനെ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് രമ്യ പണിക്കർ. രമ്യ ചേച്ചി, വെൽക്കം ടു ദി ഷോ. എന്താണ്, വളരെ ടയേർഡ് ആയിട്ടാണോ ഇരിക്കുന്നേ? നല്ല ടയേർഡ്. എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. 2025 നമ്മൾ കടന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? ന്യൂ ഇയർ ഒക്കെ നന്നായിരുന്നു. ഞാൻ ഫുള്ള് ഗുരുവായൂരൊക്കെ പോയിരുന്നു. അതായി ട്രാവലിംഗ് ചെയ്ത് ഇച്ചിരി ടയേർഡായിട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം 2024 എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആണോ? ഇപ്പൊ 2024 ഞാനിപ്പോ ഒരു മോസ്റ്റ് മെമ്മറബിൾ ഒരു സംഭവം എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? അത് എന്റെ ഫ്ലാറ്റ് മേടിച്ച് ഹൗസ് വാമിങ് ചെയ്ത് കയറിയത് തന്നെയാണ്. ആണല്ലേ? ഇവിടെ എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ ഒരു ചെറിയൊരു വീടോ ഫ്ലാറ്റൊക്കെ. ഉറപ്പായിട്ടും അതാണ് 2024 ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു. ഇപ്പം രമ്യ ചേച്ചിനെ പറ്റി ഞാനിപ്പോ എന്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു. ചങ്സ് എന്ന മൂവി കണ്ടിട്ടുള്ളവർക്കും അല്ല, ജോളി മിസ് എന്ന് പറയുന്നത് എന്താണ് അല്ല എന്നെ ഈ ലുക്കിലാരും കണ്ടിട്ടുണ്ട്. അത് നമുക്ക് വെറൈറ്റി പിടിക്കാന്ന്. വെറൈറ്റി ലുക്കിൽ ബുജിയായിട്ട് രമ്യ ചേച്ചിനെ കാണട്ടെ എല്ലാരും. അപ്പൊ നമ്മളുടെ ചങ്സ് എന്ന മൂവിയിൽ ജോളി മിസ്സിലൂടെയാണ് കൂടുതൽ ആൾക്കാർ. എനിക്കറിയാം ട്രിവാൻഡ്രത്താണ് ചേച്ചിയുടെ വീട്. ഒരേ മുഖമാണ് ഫസ്റ്റ് മൂവി അല്ലെ? അത് കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് തോന്നി ഒരേ മുഖത്തേക്കാൾ കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ചങ്സിലൂടെയാണ്. ദുബായിൽ വരെ അവിടെയുള്ള മലയാളികളും ചേച്ചീനെ ജോളി മിസ് എന്നാ വിളിച്ചിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇത് ചേച്ചി കുറെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് എന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ജോളി മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടി ഏറ്റവും നല്ല ഫീഡ്ബാക്ക് എന്തായിരുന്നു? ആക്ച്വലി ജോളി മിസ് ചെയ്ത ആ ഒരു ക്യാരക്ടർ ചെയ്ത് ഇറങ്ങുന്നവരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത്രയും വലിയൊരു ബ്രേക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാൻ ആദ്യം ഡബ് ചെയ്യുന്നതും ചങ്സിലാട്ടോ. കമ്പൊക്കെ വെച്ചിട്ട് എന്നെ വിരട്ടി ഭീഷണിയൊക്കെ പെടുത്തി ഡബ് ചെയ്തതാ. എനിക്ക് ഡബിങ് ഭയങ്കര പറ്റാത്തൊരു പരിപാടിയാ. പ്രത്യേകിച്ച് ഞാൻ ആക്ച്വലി അതിന് മുന്നേ ഒരു മൂവിക്ക് വേണ്ടി നോക്കിയതാ, പക്ഷെ ഞാൻ മുങ്ങി. മിക്ക മൂവീസിലും ഞാൻ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുങ്ങും. പക്ഷെ ചങ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് ചിലപ്പോ എന്റെ പേരറിയില്ല, യഥാർത്ഥ പേരറിയില്ല, ജോളി മിസ് അല്ലേ അങ്ങനെ കേട്ടിട്ട്. പിന്നെ പക്ഷെ എനിക്കത് എന്താ പറയാ ഭയങ്കര ഹാപ്പിയായി. ഒരു ക്യാരക്ടറിലൂടെ നമ്മൾ അറിയാന്ന് പറയുന്ന ഒരു ആസ് എ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക്
അത് അത്രയും പ്രതീക്ഷിച്ചില്ല. അതിട്ട് ആൾക്കാർ ഇരു കൈ നീട്ടി ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ജോളി മിസ്, ഇപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞത് തന്നെ ജോളി മിസ്, ഇപ്പോഴും അത് തന്നെ വലിയൊരു സന്തോഷമാണല്ലോ അല്ലെ. നമ്മള് ഇപ്പം ഒരേ മുഖമാണ് ഫസ്റ്റ് മൂവി. ആദ്യം മൂവിയിൽ എങ്ങനെയായിരുന്നു ചേച്ചി വന്നത്? മൂവിയില് ഫസ്റ്റ് ഫിലിമിലേക്ക് കയറിയത് എങ്ങനെയാ ചേച്ചി? പാഷനേറ്റ് ആയിരുന്നു? ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞതാ, ഇതിലൂടെ പറയണം. കേട്ട് അവരും പറഞ്ഞു ഞാനും. ഇത് നമുക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് ചേച്ചിനെ ഒന്നുകൂടി ആൾക്കാർ അറിയാം. എനിക്ക് ആക്ച്വലി ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു, ഞാൻ ഡാൻസർ ആയിരുന്നു. അങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് സജിത് സാറിനെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടു. അങ്ങനെ ഒരു എൻക്വയറി വന്നു. അതെ. പിന്നെ എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു, മാരേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അച്ഛനൊന്നും അന്ന് അത്ര സപ്പോർട്ടല്ല. അല്ലായിരുന്നു? അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അയ്യോ, ഒരു പട്ടാള ഒരു മിലിറ്ററിയിലായിരുന്നു കുറച്ചു നാള്. പിന്നെയാണ് റീജിയണൽ ക്യാൻസർ സെന്ററിൽ വർക്ക് ചെയ്തത്. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് രണ്ട് പെൺകുട്ടികളെ വളർത്തിയത്. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ചേച്ചിയുടെ ചേട്ടനും അവരുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് സിനിമ. അങ്ങനെ അവരാണ് ശരിക്കും മിഥുൻ ചേട്ടനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. മിഥുൻ ചേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എന്റെ അച്ഛൻ ഓക്കെ പറഞ്ഞു. ഇപ്പൊ എന്റെ അച്ഛനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അച്ഛനാണ് ചോദിക്കുന്നത് വർക്കില്ലേ എന്നുള്ള ചോദ്യം. സിനിമ പുതിയതായോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നതല്ലേ. ആക്ച്വലി പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. വീട്ടിലെ വീട്ടിന്റെ അവിടെ നിന്ന് ഇപ്പൊ തൊട്ടപ്പുറത്ത് പോകുന്ന അങ്ങനെ പോലും എന്റെ ഓർമ്മയിൽ ഞാനും ചേച്ചിയൊന്നും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും എല്ലായിടത്തും അത് അച്ഛനാട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ പറയും ആ ട്രാവൽ ചെയ്യാൻ ഞാൻ UK പോയായിരുന്നു ഇപ്പൊ ലേറ്റ് ഷോയ്ക്ക്. ഇപ്പം അപ്പൊ പിന്നെ അതിന് പുറത്തൊക്കെ ഒരു ഭയങ്കര മടിയായിരിക്കും ചിലപ്പോ, ഇത്രയും ലോങ് പോണ്ടേ. അപ്പൊ അച്ഛൻ പോണം, ഒറ്റയ്ക്ക് പോണം, ഇങ്ങനെയൊക്കെ പിന്നെ സപ്പോർട്ട്. ഇത് എങ്ങനെയാ അച്ഛൻ ഏത് മൂവി തൊട്ടിട്ടാ ഇങ്ങനെ സപ്പോർട്ടീവ് ആയി തുടങ്ങിയത്? ശരിക്കും ചങ്സ് ആണ്. ഒരേ മുഖത്തില് അച്ഛനും അമ്മയും നമ്മളൊരു ഫുൾ ഫാമിലി ആയിട്ടാണ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അച്ഛനൊക്കെ ഓക്കെ കംഫർട്ടായി. അത് കഴിഞ്ഞു ചങ്സ് മൂവി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബ്രേക്ക് വരുമ്പോ നമുക്കറിയാലോ, എന്തൊക്കെ പറഞ്ഞാലും 10 പേര് തിരിച്ചറിയാതെ അച്ഛനോട് ചോദിക്കാന്നൊക്കെ പറയുമ്പോ പിന്നെ ഒരുപാട് ഇന്നാക്വേഷൻസ് ചെയ്തു ആ സമയത്ത്. അതെ, ആ ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും ആ സമയത്തായാലേ അന്ന് ആ സമയത്ത് ഹണി റോസിനെ കാട്ടി ഇനാഗ്രേഷൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ട്രോൾ വരെ ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു. അത് ഒമ്മരക്കൊക്കെ തന്നെ അറിയാം. എപ്പോഴും എനിക്കതൊരു അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മലപ്പുറത്ത് ഇതിന്റെ ഒരു പ്രൊമോഷൻ വർക്ക് നടക്കുക ചങ്സ്. അതേ മലപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് വന്ന് ഇനാഗ്രേഷൻ. ഒരേ ജാട ട്രോളൊക്കെ ഇറങ്ങിയായിരുന്നു അന്ന്. പിന്നെ അന്നൊന്നും നിങ്ങളെ പോലുള്ള മീഡിയാസ് ഉണ്ടായിരുന്നില്ല. മീഡിയാസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇത്ര ട്രോൾ ഭയങ്കര ഹൈപ്പിൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴായിരുന്നെങ്കിൽ ചിലപ്പോ എയറിലായിരുന്നെങ്കിൽ പിന്നെ ആൾക്കാർ കുറച്ചുകൂടി അത് എടുത്ത് ഇട്ടേരെ അല്ലേ. ഓക്കെ, പക്ഷെ അച്ഛന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ എമണ്ടൻ പ്രേമകഥയിലാണെങ്കിൽ ജസ്റ്റ് ഒറ്റ സൈറ്റ് അടിക്കുന്നില്ല. അതും ആക്ച്വലി ഒരു ഇൻട്രോയില് ഞാൻ കേട്ടിട്ടുണ്ട്, ദുൽഖർ സൽമാനെ സൈറ്റ് അടിച്ച് എന്നുള്ള രീതിയിൽ. അതൊക്കെയെന്ന് വെച്ചാൽ ഒറ്റ സീൻ ഉള്ളെങ്കിലും അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ഷോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ദുബായിൽ നിന്ന് എത്തുന്ന സമയത്താണ് തേവരയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. തേവരയിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോഴാണ് വിഷ്ണു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സീനുണ്ട്, തീർച്ചയായിട്ടും എത്ര സൈറ്റ് അടിക്കണം എന്ന് ചോദിച്ചേ. ഒന്ന് മതിയോ? പക്ഷെ ആ ഒരു സൈറ്റ് അടിച്ചിട്ട് ആ ഒരു സീനാണെങ്കിൽ എന്റെ അടുത്ത് കുറെ പേര് ഇപ്പോഴും യമണ്ടൻ പ്രേമകഥയിൽ ഉണ്ടായിരുന്ന ചേച്ചിയല്ലേ. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ പ്രൊമോയിൽ എല്ലാത്തിലും ഞാൻ സൈറ്റ് അടിക്കുന്നുണ്ട്, ട്രെയിലറിലും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതേത് ചാനൽ എപ്പോഴും വരുന്നത് മഴവിൽ മനോരമയിലാണെന്ന് തോന്നുന്നു. യമണ്ടൻ പ്രേമകഥ ഏഷ്യാനെറ്റിലാണോ? ഏഷ്യലായാലും ശരി തന്നെ അവർ ആ സീൻ എപ്പോഴും കാണിക്കില്ല. അതാണ് ഹൈലൈറ്റ്. ഓക്കെ, സോ അതെന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ റോൾ ആണെങ്കിലും ആൾക്കാരിലേക്ക് എത്താന്ന് പറയുന്നത് ഭയങ്കര കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെന്തായാലും ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ഭയങ്കര ഭാഗ്യമായിരുന്നു. പിന്നെ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞ ലേറ്റ് ആയി പോയി കേട്ടോ, ആ സീനിലെത്താനും ലേറ്റായി. അപ്പൊ ശരിക്കും അന്ന് ഇന്ന് ഓർമ്മയുണ്ട് ദുൽഖർ. അപ്പൊ എന്റെ അടുത്ത് അസോസിയേറ്റിലെ ചേട്ടൻ വന്നിട്ട് ദുൽഖർ വെയിറ്റ് ചെയ്യാണ് രമ്യ, ഒരു കോ ആർട്ടിസ്റ്റിന് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കില്ല.
പക്ഷെ എന്ത് സപ്പോർട്ടായിരുന്നറിയോ, ആണോ? ഞാൻ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ നോ ഇഷ്യൂ, okay, കുഴപ്പമില്ലെന്നല്ലേ? കൂളായിട്ട് ചെയ്യാം എന്നൊക്കെ. അല്ലെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷനായി പോയി. ആ സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ പിന്നെ ഹെയർ ഒന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചത് ഫാഷൻ ആയിരിക്കും. പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. ഓ അതാണ്. ആ സീന് പെട്ടെന്നാണ് എടുത്തത്, അതല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വന്നു എടുത്തു. പക്ഷെ ഞാൻ എന്തായാലും അത് നല്ല സീനായിട്ടാ വന്നത് എന്തായാലും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ദുൽഖറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഭയങ്കര ഫാനുമാണ്. അതെ, ഇപ്പൊ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കാന്റെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാനായിരുന്നു സ്വപ്നം എന്നുള്ളത്. പക്ഷെ റാം എന്ന മൂവിയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? ജിത്തു ജോസഫ് ആൻഡ് ലാലേട്ടൻ കോംബോയിലെ ചേച്ചിയും കൂടി ഒരു പാർട്ട് ആവുകയാണ്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ? അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ജിത്തു സാറിനും ലാൽ സാറിനും മാത്രമേ ഉള്ളൂ. പക്ഷെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എന്റെ എല്ലാ സീനും കഴിഞ്ഞ് നിൽക്കുകയാണ്. അതിലൊരു സന്തോഷം എന്തായിരിക്കും? ലാലേട്ടന്റെ കൂടെ ചെയ്യാന്നുള്ളത് ചേച്ചിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്, ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. അതെ, ശരിക്കും ആ ഒരു ലൊക്കേഷനിൽ കയറിയപ്പോ എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ ഹൈ ആയിരുന്നു. ഞാൻ അത് ഫസ്റ്റ് സീന് തന്നെ ലാൽ സാറൊക്കെ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ഇങ്ങനെ ഫേസ് ടു ഫേസ്. അപ്പൊ എന്റെ കീളി ഫ്രണ്ടില് ജിത്തു സാറ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതില്. അപ്പൊ അതെങ്ങനെ പോയപ്പോ എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവും? ഇല്ല, എനിക്ക് വലിയ ടേക്ക് ഒന്നും അങ്ങനെ റാം മൂവിയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അതും ഒരു എനിക്കല്ല ഈ യാദൃച്ഛിക ജിത്തു സാറാ അങ്ങനെയാണ് വന്നത്. അന്ന് സാറ് ആക്ച്വലി ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. അന്നും ഇതുപോലെ അമ്മയുടെ ഷോ നടക്കുന്ന സമയത്താണ് എനിക്കും ഇതിന്റെ ഒരു ഓഡിഷൻ അല്ല, മിസ് സാറിങ്ങനെ വിളിച്ചു. അപ്പൊ സാർ ഇവിടെ ഇല്ല, പുറത്തായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് റാമിന്റെ ഷൂട്ട് പുറത്തായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി. പക്ഷെ കിട്ടിയ ആ സമയത്ത് ഭയങ്കര സന്തോഷമാണെങ്കിൽ ലൊക്കേഷനിലെത്തിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അത് കഴിയുമ്പോ നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു സന്തോഷം വേറെ ലെവലായിരിക്കും. ഭയങ്കരമായിട്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരാണ് ജിത്തു സാറും ലാൽ സാറും ഒക്കെ. അപ്പൊ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതെ, ഫാമിലിയിലൊക്കെ അതൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നായിരിക്കുമല്ലോ അല്ലേ? ഭയങ്കര സന്തോഷായിരുന്നു. അച്ഛനും അമ്മയൊക്കെ. എനിക്കിപ്പോ ഞാൻ എപ്പോഴും അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന അച്ഛനാണല്ലോ ഇപ്പൊ ഭയങ്കര കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ അല്ലേ? ഇപ്പൊ ചേച്ചി പറഞ്ഞ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു, അതപ്പോ ഏത് പ്രായത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഞാനത് +2 കഴിഞ്ഞപ്പോ മുതലേ ഡിഗ്രി ആയപ്പോ തന്നെ ചേച്ചി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞാൻ ആദ്യം വേറെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു, പിന്നെ സ്വന്തമായിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കേ, അപ്പൊ അത് ഒരുപാട് ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ചേച്ചിക്ക് സപ്പോർട്ട് ആരായിരുന്നു ആ ടൈമിലുള്ളത്? അന്ന് എന്റെ ചേച്ചിയായിരുന്നു, സിസ്റ്റർ ആയിരുന്നു സപ്പോർട്ട്. ഇപ്പൊ ചേച്ചിയാണ് നോക്കുന്നത്. ഓക്കെ, പക്ഷെ ചേച്ചിയായിട്ട് തുടക്കം ഇട്ടു, രമ്യ ചേച്ചി തുടക്കം ഇട്ടു. ഞാൻ തുടക്കം ഇട്ടു. അപ്പൊ ചേച്ചി വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമായിരുന്നു. ചേച്ചിയെ കൂടെ ഞാൻ ഇങ്ങോട്ട് നൈസായിട്ട് ഇഷ്ടമാണ് ഇവന്റ് മാനേജ്മെന്റ്, ഫുൾ മാനേജ് ചെയ്യുക, ലോജിസ്റ്റിക്സ് ഒക്കെ ചെയ്യുക. അതുകൊണ്ടായിരുന്നു തുടങ്ങിയത്. ബിക്കോസ് +2 കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ, എവിടേക്കാ പോവാന്നറിയാതെ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പൊ +2 കഴിഞ്ഞ് സ്വന്തമായിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. എനിക്ക് പണ്ട് മുതലേ എന്താ പറയാ, സ്വന്തമായിട്ട് സ്വന്തം കാലം നിൽക്കാന്ന് പറയില്ല, അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും വീട്ടുകാർ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇവന്റ് മാനേജ്മെന്റ് എനിക്ക് പറ്റുന്നതാണ്. പിന്നെ അത് ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു ഫീൽഡാണ്. കൂടുതലും വെഡിങ് ഒക്കെ ചെയ്യാന്ന് പറയാം. എനിക്ക് ഇപ്പോഴും ശരിക്കും പല ഫംഗ്ഷന് പോകുമ്പോ അവിടുത്തെ ഇവന്റിലെ ടീംസിനെയൊക്കെ കാണുമ്പോ ഞാനിതുപോലെ എത്ര ഓടി നടന്നു എല്ലാം അറിയാം. ശരിക്കും ചില ഫംഗ്ഷൻ അത് സ്റ്റേജ് പ്രോഗ്രാം ആയാൽ പോലും എനിക്കറിയാൻ പറ്റും അവരുടെ ടെൻഷൻ എന്താന്ന്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരെ ഇന്ന് വരെ ഒരു ഷോസ് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ അവരെ ടെൻഷൻ ആക്കാൻ ഒന്നും പോയിട്ടില്ല. നമുക്ക് മനസ്സിലാവല്ലോ, നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മനസ്സിലാവും. ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനെ ഒരു 4-5 വർഷം മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. ചേച്ചിയുടെ ഫിറ്റ്നസ് ട്രെയിനർ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു അങ്ങ് പണ്ട്
ജിൻഡോ ജിൻഡോ ചേട്ടനോ സോറി ഞാൻ ഇപ്പൊ എന്റെ പിൻഗാമിയായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് വന്നു. പോയിട്ട് വന്ന് കപ്പടിച്ചു. അതായിരിക്കണല്ലോ ആശാമാര് കപ്പടിക്കണം. ആശാമാര് കപ്പടി ജിൻഡപ്പൻ എന്ന് പറഞ്ഞാലാണ് ജിൻഡോ ചേട്ടൻ ജിൻഡപ്പൻ എന്ന് തന്നെ പറയണം. അപ്പൊ ജിൻഡോ ചേട്ടനായിരുന്നു പണി തന്നത് പണ്ട് ഗുലുമാലില്. ആ വീഡിയോ ഞാൻ വളരെ റാൻഡംലി പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ജിൻഡോ ചേട്ടനായിട്ട് നല്ല കമ്പനി ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് പണി തന്നത്. അതുകൊണ്ടാണ് പുള്ളി പണി തന്നത്. പക്ഷെ നല്ല രസമായിരുന്നു പണ്ട് അത് ആക്ച്വലി ആ വീഡിയോ ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ അതില് ഏറ്റവും പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ചാൽ അതില് ഒരു 500+ കോമന്റ്സ് ഉണ്ടെങ്കിൽ അത് ഫുൾ പോസിറ്റീവ് ആണ്. ലൈക്ക് എത്ര ബോൾഡ് ആയിട്ടാണ് രമ്യ ചേച്ചി അത് ഹാൻഡിൽ ചെയ്തത്, എത്ര പേഷ്യന്റ് ആയിട്ടാണ് അവിടെ ഇരുന്നത്, എന്തോരം ലൈക്ക് അത്രയും ബോൾഡ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇപ്പോഴും കുറച്ച് കണ്ണാടി മാറ്റിയൊക്കെ ബോൾഡ് അല്ലേ അതുകൊണ്ട് ബോൾഡ് ആകുമ്പോ കണ്ണാടി വയ്ക്കും. ബോൾഡ് ലുക്ക് കണ്ണാടി മാറ്റിയാലും അതുണ്ടെന്ന് അറിയിക്കട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ശരിക്കും റിയൽ ലൈഫിൽ ബോൾഡ് ആണോ? ബോൾഡ് ആയിട്ട് ഇങ്ങനെ ബോൾഡ് അങ്ങനെയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് നേരെ തിരിച്ചായിരിക്കും. എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാവം കുട്ടിയാണ്. എനിക്ക് അതായത് ഭയങ്കര ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണു നിറയും. അതാണ് സെൻസിറ്റീവ് ആണ്, ഭയങ്കരമായിട്ട്. അതായത് എനിക്ക് ഇഷ്ടമുള്ളവരടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടാലും ഞാൻ കരയും. അങ്ങനെ ഒരു ചെറിയ അസുഖം ഈയിടെയായിട്ട് തുടങ്ങി. ഈയിടെയായിട്ടാണോ തുടങ്ങിയത്? അല്ല, ഇത് ഈയിടെയായിട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നത് ഈയിടെയായിട്ടാണ്. അല്ല, ബോൾഡ് എന്നല്ല ഞാൻ പോലെ ഈ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഇവന്റ് ഒക്കെ ചെയ്തപ്പോ അത്രയും സ്റ്റാഫിനെയൊക്കെ നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. അതുകൊണ്ട് ഓക്കെ, ഇവിടെ പോയി നമുക്ക് ആ ഒരു തോന്നുന്നു ഭയങ്കര ബോൾഡായിട്ടൊക്കെ തോന്നുന്നു. ഒരു ചെറിയൊരു ചൂരൽ കൊണ്ടുവന്ന തീരുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ആ വീഡിയോയിൽ എന്തായാലും വളരെ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ റിയാക്ട് ചെയ്യും കേട്ടോ. അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ മുഖത്ത് നോക്കി. അത് ബിഗ് ബോസിലായാലും അങ്ങനെ ആയിരുന്നു. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ ബിഗ് ബോസ് ഞാൻ ഫുള്ള് കണ്ടിട്ടുള്ള ഒരാളാണ്. ചേച്ചി പറഞ്ഞിട്ടില്ലേ ചേച്ചിയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി, എക്സ് ബോയ് ഫ്രണ്ടിന്റെ കഥ ഇങ്ങനെ പറഞ്ഞതുമായിട്ട് ഓർക്കുന്നില്ലേ? അല്ല, അത് ഈ പറഞ്ഞതുമില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക് അത് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി പറഞ്ഞതായിരുന്നു? അല്ലല്ല, അന്ന് കുഞ്ഞിലെ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കൊച്ചായിരുന്നു. തീരെ കുട്ടിയെന്നല്ല. അല്ല, പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചീറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് എക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല. ആക്ച്വലി അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോയി. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ചീറ്റിംഗ് ആണ്. നമുക്ക് എന്താ പറയാ, കുറച്ച് സംസാരിക്കും. എനിക്ക് പെട്ടെന്ന് എന്തോ അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. കുറച്ച് സംസാരിക്കുമ്പോഴേക്കും ഒരാളുടെ മനസ്സിൽ എന്താന്നല്ലേ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിലെല്ലാം ഓപ്പണായിട്ട് പറയും കേട്ടോ. വീട്ടിലറിയായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഞാൻ പണി വരുന്നുണ്ട് അവറാച്ച, ഞാൻ അവനായിട്ട് പിണങ്ങി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷെ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കഥയുണ്ടാക്കി അച്ഛൻ്റെ അടുത്ത് വന്നു. പുള്ളി വന്നു ഫോൺ വിളിച്ചു നേരിട്ട് അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ ഞാന് എല്ലാം പറഞ്ഞതുകൊണ്ട് ഒത്തില്ല. ചേച്ചി ഓൾറെഡി പറഞ്ഞ് സെറ്റ്. പിന്നെ അച്ഛൻ എന്നെ മനസ്സിലായത് ആള് ശരി. കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും അറിയായിരുന്നു. അതായിരുന്നു സത്യം. പിന്നെ പുള്ളിക്ക് വേണ്ടിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ, അന്നൊക്കെ നമ്മുടെ വലിയ എമൗണ്ട് ഒന്നും ഇല്ല. അന്ന് അച്ഛനാണ് ക്യാഷ് കൊടുത്തത്. അപ്പൊ അതൊരു ബിസിനസിന് വേണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ട്രാക്കൊക്കെ ഒന്ന് മാറി. പിന്നെ ഇതിലൊന്ന് പിടിച്ചു കയറി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാന്നൊക്കെ നോക്കിയപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നു പോലെ ചേച്ചി ഇപ്പൊ കല്യാണം ഒന്നും ഈ അടുത്ത് ഉണ്ടാവില്ല? ഞാൻ എന്താ ആന്റിമാര് ചോദിക്കുന്ന പോലെ മറ്റേ ഒരു മെയിലായിരുന്നെങ്കിൽ തന്ത വൈബെന്ന് ചോദിക്കുകയായിരുന്നു. ഇതിപ്പോ എന്താ ചോദിക്കാ? ഞാൻ ചോദിക്കുന്നില്ല, കല്യാണം വേണ്ട കേട്ടോ. എനിക്ക് ചോദിച്ചിട്ട് എനിക്ക് എന്നെ ക്രിച്ചടിക്കുന്നു. ഇല്ല, കല്യാണം ഇപ്പൊ ചിന്തിക്കുന്നൊന്നും ഇല്ല. കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാലും കഴിക്കില്ലെന്ന് ചോദിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ മെയിൻ എയിം എന്താ ചേച്ചിയുടെ? സിനിമയാണ്. നല്ല കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാ. അതാണ് എന്റെ പ്രണയം
ഫുൾ പ്രണയം. ഡാൻസും ഡാൻസ് ആണ് മെയിൻ. മെയിൻ. സെക്കൻഡ് അല്ല, രണ്ടും ഈക്വലാണ്. കാരണം സിനിമയുടെ പ്രൊഫൈൽ ഉണ്ടെങ്കിലേ എനിക്ക് ഷോസും കിട്ടത്തുള്ളൂ, അതുപോലെ ആക്റ്റീവായിട്ടിരുന്നാലേ മൂവീസും കിട്ടത്തുള്ളൂ. രണ്ടും വേണമല്ലോ. രണ്ടും ഒരേ രീതിയിൽ നമ്മള് തന്നെ വലത്തേക്ക് ഇടത്തേക്ക് എന്ന് പറയുന്ന പോലെ ബാലൻസ് ചെയ്ത് പോവാന്നുള്ളത് അല്ലേ. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു ചേച്ചി വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന്. അപ്പം ഇപ്പം ഈ അടുത്ത് വന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ട്, വളരെ ബോൾഡായിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിലെ കാര്യം. ഓക്കെ, ഉപ്പുമുളകിലെ കേസ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനല്ല, സോ നിങ്ങൾ എൻ്റെ ഫേസ് വെച്ചിട്ട് ഓരോ ന്യൂസ് ഇറക്കരുത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമായ ഒരു കാര്യമായിട്ടോ. ഓക്കെ, അതിന് ഈ ഒരു ഏതോ ഒരു നടി കേസ് കൊടുത്തു ഉണ്ട്. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിനെയും ഓൺലൈൻ മീഡിയാസിനെയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്തത്. പക്ഷെ എനിക്കത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഫീലായി. വേറൊന്നുമല്ല, അതിനെ വളച്ചൊടിച്ചിട്ട് ഇപ്പം ഒരു നടി പരാതി കൊടുത്തു, ആ നടി ആരെന്നറിയാണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റിനെയും വെച്ചിട്ട്, എന്റെ മാത്രമല്ല ഇതിന് മുന്നേ വേറെ 1-2 ആർട്ടിസ്റ്റിന്റെ പേര് അവര് വീഡിയോസ് ഒക്കെ ഇട്ടു. അപ്പൊ ഞാൻ എന്ത് വീഡിയോ ഇട്ടില്ല, എനിക്ക് ഓൾറെഡി കോൾഡ് ഒക്കെ ആയിട്ട് ഞാൻ 1-2 വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ശരിയാവണില്ല. ഞാൻ എന്നാ ഒരു സത്യത്തിൽ അതാ സംഭവിച്ചത്. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ ശരിയാവണില്ല. പോസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോ അതില് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര്, കുറെ പേർക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ, 2 എപ്പിസോഡ്. പക്ഷെ അത് നമുക്ക് ഒറ്റ ദിവസം ചെയ്തു. അവിടെയുള്ള അണിയറ പ്രവർത്തകർ മാത്രമല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റും അത്രയും നല്ല കാര്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ പരാതി കൊടുത്തു നമ്മളല്ല, ഞാൻ പരാതി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമാവും. അവിടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ആ നടി ഞാനല്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം, അല്ലാതെ ഇങ്ങനെ ഒന്നും. അത് ഞാൻ പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞല്ലേ, എന്നോട് ചൊറിയ വന്നാൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ എനിക്കറിയാം. അവന് ഇങ്ങനെയൊന്നും വളച്ചൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷൻ സത്യം പറയല്ലേ, എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഫസ്റ്റ് ടൈമാ. നമ്മുടെ മൂവീസ് അല്ലേ ചെയ്ത് ശീലം. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, ഡയറക്ടർ ആയിക്കോട്ടെ, അതിലൂടെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാരും. ടെൻഷൻ അവിടെ കേട്ടോ രമ്യ, കാരണം നമ്മുടെ ഓൺ വോയിസ് ആണ്, ലൈവ് റെക്കോർഡിംഗ് ആണ്, ഡബിങ് ഒന്നും ഇല്ല. പിന്നെ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, അപ്പൊ അത്രയും എൻജോയ് ചെയ്ത് അത്രയും നമ്മൾ ഹാപ്പി ആയിട്ട്, ഞാനും എന്റെ കൂടെ എന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ നല്ല രീതിയിലാണ് അവിടെ എല്ലാരും പെരുമാറി. അപ്പൊ ഇങ്ങനെയൊക്കെ ഫേക്കായിട്ട് ന്യൂസ് വരുമ്പോ ഒരു വിഷമം. അതും പോട്ടെ, ഇത് ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴോ അതിനെ എടുത്തിട്ടിട്ട് വേറെ യൂട്യൂബ് ചാനലുകാർ വേറെ ഹെഡ്ലൈൻ കൊടുത്തിട്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോ ആ കണ്ടന്റ് അല്ല. ഒരു യൂട്യൂബ് ചാനലില് ഏതോ ലോക്കലാണ്, ഞാൻ അതിൽ കമന്റ് ഇട്ടു, ഗതി കെട്ടിട്ട്, ഞാൻ നിങ്ങൾക്ക് നാണമില്ലേന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായോ ഞാനാണെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ. ഇങ്ങനെ ഇടുമ്പോ നമ്മുടെ ഫ്യൂച്ചർ ആലോചിക്കാം. നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാ, നമുക്കൊരു ഫാമിലി ഉണ്ട്. എന്റെ അച്ഛനും അമ്മയൊക്കെ അന്ന് പോസ്റ്റ് ഇട്ടപ്പോ ഭയങ്കര സപ്പോർട്ട് ചെയ്തു, നീ അത് ഇടണം. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിലെ കുറേ മറ്റേ കട്ടൊക്കെ എടുത്തു വെച്ചിട്ട് ഈ നടിയാണോ പരാതി കൊടുത്തത്, ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത് ഈ കുട്ടി, ഞാൻ ശരിക്കും ആ ഒരു കാര്യത്തിൽ മാത്രം അതിട്ട മീഡിയാസിനോട് എനിക്ക് ദേഷ്യം. കാരണം ഞാൻ അല്ലേ മിക്ക നമ്മുടെ മൂവിയുടെ ഇതിനൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും നിങ്ങളെ മിക്ക പ്രസ് മീറ്റിലായിക്കൂടെ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്, ഞാൻ റെസ്പെക്ട്. കാരണം നിങ്ങളും വേണം നമുക്ക്, നിങ്ങൾക്ക് നമ്മളും വേണം. അതെ, പക്ഷെ അപ്പോ കുറച്ചൊക്കെ ഇടുമ്പോ കുറച്ച് നോക്കിയൊക്കെ ചെയ്യണം. നമുക്ക് ഫാമിലീസിന്റെ ഫ്രണ്ട്സിന്റെ അവർക്ക് വിഷമം, പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, ഒരുപാട് കോൾസ് വരും. എനിക്ക് ഒരുപാട് വന്നായിരുന്നു, രമ്യ എന്താ എന്താ സംഭവം, എന്താ രമ്യ എന്തിനാ പരാതി കൊടുത്തേന്നൊക്കെ ചോദിച്ചു വിളിച്ചു. അല്ല, ആദ്യം എന്റെ ഇതൊക്കെ വെച്ച് ഇറങ്ങിയപ്പോ രമ്യ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു
ഞാനല്ല, എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാനല്ല. പിന്നെയാണ് ഞാൻ വിചാരിച്ച് എൻ്റെ കുറേ ഫാൻസുകാരുണ്ട് കേട്ടോ ഈ ബിഗ് ബോസ് വന്ന് അതെ ബിഗ് ബോസ്. അപ്പൊ അവരൊക്കെ ചേച്ചി ചേച്ചി പോസ്റ്റ് ഇട് ചേച്ചി, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട് ചേച്ചി എന്ന് പറഞ്ഞ് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്നാ ഞാൻ ഇടാം. അല്ലെങ്കിൽ പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലുണ്ടാവാമല്ലോ. അതാ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ആരാണോ യഥാർത്ഥത്തിൽ പരാതി കൊടുത്ത് നിങ്ങൾ അവര് ഫോളോ ചെയ്യുക, അല്ലാതെ എന്നെ അല്ലെങ്കിൽ ചെയ്യാത്തവര്. ചിലര് അതങ്ങനെ എന്താ പറയാ, ഓക്കെ അത് കൺഫേം ചെയ്യണം ആളായിരിക്കും. അതാ ഞാൻ ചോദിച്ചു, ആരെങ്കിലും വിളിച്ചിട്ട് ചോദിച്ചോ അങ്ങനെ ഡയറക്ട്ലി അങ്ങനെ തന്നെ ചോദിച്ചോ? അതാണ് ചോദിച്ചത്. എൻ്റെ അടുത്ത് കാരണം ഞാനൊക്കെ വർക്ക് ചെയ്ത ലൊക്കേഷൻ എല്ലാവർക്കും നമ്മളൊക്കെ നിറയ്ക്കാൻ നമ്മളൊക്കെ അത്രയും കാര്യമില്ല. മാത്രമല്ല ഞാൻ ഫ്ലവേഴ്സിലൊക്കെ ഇഷ്ടംപോലെ ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്, ക്രൂവിനെ ഫുൾ അറിയാം. പിന്നെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മളോട് വർക്ക് ചെയ്ത ബിജുചേട്ടനും ഇതൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാന്നുള്ളവരാ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് എന്റെ കാര്യം അറിയത്തുള്ളൂ. മനസ്സിലായി. ഓക്കെ. അത് പക്ഷെ എനിക്ക് ഇന്നും കൂടെ ആ ഒരു കാര്യത്തിലേക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയല്ലേ? ഞാൻ എനിക്ക് ഇന്ന് 2 യൂട്യൂബ് ചാനലിൽ ഇറങ്ങി ടൈറ്റിലൊക്കെ കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് പേര് മെൻഷൻ ചെയ്തൊക്കെ കൊടുത്തേക്കുക. അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അത് നേരെ എനിക്ക് കംപ്ലൈന്റും കാര്യങ്ങളും പോവാം. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് തലേ കൂടെ ഓടുന്നുണ്ട്, അതിന്റെ ഇടയിൽ ഇനി ഇതിന്റെ കൂടി പുറകെ നടക്കാൻ പറ്റില്ലെന്നല്ലേ? പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതേ ഉള്ളൂ, നമ്മളെ വെച്ചിട്ടാണ് അവർക്ക് റീച്ച് കിട്ടുന്നെങ്കിൽ കുറച്ചൊക്കെ മനസാക്ഷി വേണം. അത് ഞാൻ ഇപ്പോഴും എല്ലാ മീഡിയാസിനോടും പറയുന്ന ഒരു കാര്യമാണ്, എന്നോടെന്നല്ല ആരോടായാലും. സത്യമായിട്ടുള്ള വാർത്ത കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ലാത്തിടുമ്പോ ശരിക്കും അതെനിക്ക് ഭയങ്കര ഫീലായിരുന്നു ന്യൂ ഇയറിന്റെ തലേ ദിവസമൊക്കെ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ തലേ ദിവസമൊക്കെ ഇത് തന്നെയായിരുന്നു. തലേ ദിവസം ശ്രദ്ധിച്ച മനസ്സിലായി 31st ഒരവസ്ഥ മനസ്സിലായി. ഞാൻ ആലോചിച്ചു ഇനിയിപ്പൊ ഇതിന് എങ്ങനെ വരാം, ആർക്കും അറിയില്ലല്ലോ. ഇനിയിപ്പോ ഈ സത്യം എന്ന് പുറത്തു വരണോ അതുവരെ എല്ലാരും. അതെ, ബട്ട് സ്റ്റിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചേച്ചി എന്തായാലും റിയാക്ട് ചെയ്തത് വളരെ നന്നായി. അപ്പൊ കാരണം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാലോ, നമ്മള് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതിയാവുമല്ലോ. അപ്പൊ ഇപ്പോഴും പ്രമുഖ നടി ഞാനല്ല, അത് രമ്യ പണിക്കരല്ല. എനിക്കതായിട്ടൊരു ബന്ധമില്ല. ഇപ്പൊ ഇതുപോലത്തെ ഫോട്ടോസൊക്കെ എന്റെ അതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് പണ്ട് ഓണത്തിന് ഒരു തിരുവാതിരയൊക്കെ ചെയ്ത് ആ ഫോട്ടോ ഉൾപ്പെടെയൊക്കെയാ വരുന്നത്. ഇതിന് വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ ദൈവം ഇവർക്ക് ഇട്ടു നല്ല ഫോട്ടോസ് ഇട്ടു. ഇവിടെയൊക്കെ പടയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചേച്ചിയുടെ നല്ല ഫോട്ടോസ് നോക്കി ഇടും. അപ്പൊ ഇനി പറയൂ രമ്യ ചേച്ചി അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ഇട്ടതിന് പറയൂ. അത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കരുതൊക്കെ അല്ലേ? 2025 തുടങ്ങിയതേ ഉള്ളൂ. 25 തുടങ്ങിയുള്ളൂ. സന്തോഷകരമായിട്ട് പോകണം, നിങ്ങൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകണം എന്ന് ആഗ്രഹമുണ്ട്. മീഡിയാസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്, അതുപോലെ നിങ്ങൾക്ക് നമ്മളും അതുപോലെ. അതെ, കറക്റ്റ്. അറിയില്ലേ, എല്ലാ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ സഹകരിച്ചാലല്ലേ നിങ്ങൾക്കും കണ്ടന്റും ഇന്റർവ്യൂസും ഒക്കെ കിട്ടുള്ളൂ. എക്സാക്ട്ലി. ഇപ്പം ഇതുപോലത്തെ ഇഷ്യൂസ് അല്ലാതെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ് ഈ കോമന്റ്സ്. നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കെതിരെ ട്രോള് വരിക, അതൊക്കെ ചേച്ചി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ എൻജോയ് ചെയ്യുന്നത്, കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ എന്റെ ട്രോള് കണ്ട് ചിരിച്ച് എനിക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. ട്രോൾസ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ കുറെ നമുക്ക് എൻജോയ് ചെയ്യാം. നെഗറ്റീവ് കോമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് ഒക്കെയാണ് കുറച്ച് പ്രശ്നമാണ് ചേച്ചി. അതിനിപ്പോ നമ്മളിനിപ്പോ എന്താ പറയാ, എന്ത് പറഞ്ഞാലും നല്ലതിട്ടാലും ചില ഫേക്ക് ഐഡിന്ന് വരും, നല്ല ഫോട്ടോസ് ഇട്ടാലും ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ല ഫോട്ടോസ് നല്ല വീഡിയോസ് മീഡിയാസിൽ നിൽക്കുന്ന എന്നോട് ഇത് ചോദിക്കരുത്, എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എനിക്ക് ഫേക്ക് ഐഡിയ അല്ല, നമ്മൾ ഈ കോമന്റ്സിന്റെ കാര്യം ഏത് ഇന്റർവ്യൂവിന്റെ താഴെ ആരെങ്കിലും അല്ലേ, അത് പിന്നെ കോമൺ ആയിട്ട് ഇപ്പൊ ഉണ്ട്. അതെന്താ അവർക്ക് എന്തോ ഒരു മനസ്സുഖം, കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ ചിലതൊക്കെ ആലോചിക്കുന്ന ഇവരെന്തിനാ വന്ന് ഇങ്ങനെ, ചില എന്റെ മാത്രല്ല ഞാൻ വേറെ ആൾക്കാരുടെ പോസ്റ്റില് ചില ഇത് കാണുമ്പോഴത്തേക്കും ആലോചിക്കും എന്താണ് ഇതിന്റെ പ്രശ്നം, എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഇവരെ ആരെങ്കിലും ഉപദ്രവിച്ചോ? പിന്നെ ഞാൻ വിചാരിച്ചു അവർക്കൊരു മനസ്സുഖമായിരിക്കും, അവരുടെ ഫോണ്
അവരുടെ ടൈം അവര് അവരുടെ ടൈപ്പ് net. ചെയ്യണു, അതെ നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നം. അത്രേ ഉള്ളൂ.